വന്ന് കൃഷ്ണകുമാറിന്റെ ഫാമിലിക്ക് കണ്ടകശേനിയാണെന്ന് തോന്നുന്നു. കാരണം മക്കളെ മൊത്തം പേര് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറിയിട്ടു. 2 ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ വന്ന് തുണി അയച്ചിട്ട് ആടിയതിന് ഇളയ മകളായിട്ടുള്ള ഹൻസിക കൃഷ്ണ എയറിൽ ആയതേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ചൂട് കെട്ടെടുക്കുന്നതിന് മുമ്പേ മൂത്തവളായിട്ടുള്ള ദിയ കൃഷ്ണ പേരിലായിരിക്കും. നീ എന്നെ ചതിക്കായിരുന്നല്ലേ. കഴിഞ്ഞ മദേഴ്സ് ഡേയിൽ ഈ പറഞ്ഞ ദിയ കൃഷ്ണ തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മദേഴ്സ് ഡേ സ്പെഷ്യൽ വിത്ത് അമ്മായിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണത്. ആ വീഡിയോയിൽ ദിയ നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പൊ ദിയ എയറിലാവാൻ കാരണം. സാറില്ല പിന്നെ കുറെ പേര് അപ്പൊ ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നു. ആന്റിക്ക് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് ഇത്ര തണ്ണം? എനിക്ക് പക്ഷെ നല്ല ഭയങ്കര പോറായി ഒന്ന് വിട്ട് നടന്നോ, നമ്മൾ തമ്മിൽ പരിചയം കാണിക്കാം. എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയും അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. വഴി നിൽക്കുന്നവരോ? അപ്പൊ അച്ഛന്റെ അമ്മയും അച്ഛനും ഒക്കെ ദിയെ സംബന്ധിച്ചിടത്തോളം വഴി നിൽക്കുന്നവരാണോ? എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തുള്ളൂ. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. പ്രാന്താണെന്നോ? എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ? എന്റെ അച്ഛനായിട്ടുള്ള കൃഷ്ണകുമാറിനെ അശ്വിൻ കയറി അച്ഛാന്ന് വിളിച്ചാണെങ്കിൽ ഞാൻ പ്രാന്താണെന്ന് ചോദിക്കു പോലും. അതിനർത്ഥം സ്വന്തം അമ്മായിപ്പനെ അച്ഛ എന്നും അമ്മായിയമ്മയെ അമ്മ എന്നും വിളിക്കുന്നവരെല്ലാം പ്രാന്തന്മാരാണ് എന്നുള്ളതല്ലേ ദിയ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അവൻ ചിരിച്ചോണ്ടാ ഇടപഴകുന്നേ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചിരിച്ചോണ്ട് പൊളിച്ച തെറി പറയാനും എടുക്കനാ. എന്തായാലും ഇത്രയും ആ സ്ഥിതിക്ക് എനിക്ക് ദിയാകൃഷ്ണനോട് പറയാനുള്ളത് കുറച്ചൊക്കെ ഒന്ന് വാക്കുകൾ സൂക്ഷിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ സ്വബോധത്തോടു കൂടി വ്ലോഗ് ചെയ്താൽ നന്നായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഏറെ നിന്ന് ഇറങ്ങാൻ സമയം കാണില്ല.